ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഗോബി 65 ആണ്. അതിനു വേണ്ടിയിട്ട് കോളിഫ്ലവർ ഇവിടെ അടർത്തിയെടുത്തിട്ടുണ്ട്. നല്ല പോലെ 8 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് വെച്ച് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഇഞ്ചി, 4 വെളുത്തുള്ളി, വലിയ ജീരകം, കുരുമുളക് എന്നിവ അരച്ച പേസ്റ്റാണ്. 2 ടേബിൾ സ്പൂൺ ഉണ്ട്. 1/4 കപ്പ് കോൺഫ്ലവർ, 1/2 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മാവിന് വേണ്ടിയിട്ടുള്ള വെള്ളം. ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് വലിയൊരു ബൗൾ എടുക്കാം. അതിലേക്ക് അരച്ചു വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി വെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം. അധികം ലൂസാക്കി പോകരുത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താണ് മാവ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് ഇരിക്കാൻ. കാരണം കോളിഫ്ലവർ എല്ലാം നല്ലപോലെ കോട്ട് ചെയ്യാൻ രീതിയിലായിരിക്കണം മാവ്. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. പതുക്കെ മിക്സ് ചെയ്യാം. അങ്ങനെ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്യാനായി ഒരു കുഴിയുള്ള ചട്ടി വെക്കുക. 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു പുറമായിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗോബി ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ശേഷം ബാക്കിയിരിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ പാൻ വെക്കാം. ഫ്രൈ ചെയ്യാനായി എടുത്ത ഓയിലിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലോട്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കരിയാതെ നോക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കാം.
ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഗോബി ഇതിലിട്ടിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോബിയാണിത്. ഒരു മിനിറ്റ് വരെ ഇളക്കി കൊടുത്താൽ മതിയാവുന്നതാണ്. ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഗോബി 65 ഇവിടെ റെഡിയായി. വളരെ ടേസ്റ്റാണ്. ചിക്കൻ 65 കഴിക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ് ഇതിനുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. താങ്ക് യു.